ഹലോ കുഞ്ഞുമണീസ്, നമുക്ക് പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ രണ്ടാം ഭാഗം കേട്ടാലോ? അങ്ങനെയുണ്ടല്ലോ, നീണ്ട 17 വർഷങ്ങൾ കഴിഞ്ഞു. വരരുചി കൂടുതൽ പ്രസിദ്ധനായി. വിക്രമാദിത്യ രാജാവാണെങ്കിലോ ചക്രവർത്തിയായി. രാജാവിൻ്റെ പണ്ഡിത സദസ്സിലെ ഏറ്റവും മുഖ്യനായ ആള് നമ്മുടെ വരരുചിയായി മാറിയിട്ടോ. വരരുചിക്കാണെങ്കിലോ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം ദേശാടനവും. പുതിയ പുതിയ ആൾക്കാരെ കാണാം, പുതിയ പുതിയ കാഴ്ചകൾ കാണാം, ആൾക്കാരെ പരിചയപ്പെട്ട് അവരിൽ നിന്നും അറിവ് നേടണം. ഇതൊക്കെയാണ് വരരുചിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഒരു ദിവസം വിക്രമാദിത്യ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാനൊരു ദേശാടനത്തിന് പോവുകയാണ്. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും രാജാവ് വരരുചിക്ക് അനുവാദം നൽകി. എല്ലാവരോടും യാത്ര പറഞ്ഞ് വരരുചി ദേശാടനത്തിന് തിരിച്ചു. ഒരുപാട് നാളുകൾ നടന്ന് ഓരോ സ്ഥലത്ത് എത്തി ആൾക്കാരെ പരിചയപ്പെട്ട് അവരിൽ നിന്നും അറിവ് നേടാനുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നടന്നെത്തി. അങ്ങനെ ഒരു ദിവസം വരരുചി ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിലെത്തി. രാവിലെയാണ് കേട്ടോ എത്തിയത്. ബ്രാഹ്മണന് വരരുചിയെ കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ല. ബ്രാഹ്മണൻ ചോദിച്ചു, ആരാണ്, എവിടെ നിന്ന് വരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരരുചിയാണ്. ഇത് കേട്ട ബ്രാഹ്മണന് സന്തോഷമായി. ഇത്രയും പ്രസിദ്ധനായ ഒരാൾ. ബ്രാഹ്മണൻ വരരുചിയെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അകത്തേക്ക് വരവേറ്റു. ഇത്രയും അറിവുള്ള പ്രസിദ്ധനായ ഒരാൾക്ക് ഇന്ന് ഭക്ഷണം കൊടുക്കാൻ പറ്റിയതിൽ ബ്രാഹ്മണൻ വളരെയധികം സംതൃപ്തനായിരുന്നു. ബ്രാഹ്മണൻ അകത്തേക്ക് നോക്കി തൻ്റെ മകളെ വിളിച്ച് പറഞ്ഞു, മോളെ പഞ്ചമി, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. വരരുചി നോക്കിയപ്പോൾ വാതിക്കൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ. എന്താ അച്ഛാ? പഞ്ചമി, നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. നമ്മൾക്കിന്ന് വരരുചിയെ അതിഥിയായി ലഭിച്ചിരിക്കുന്നു. എല്ലാം വേഗം ഒരുക്കണം ട്ടോ. ശരി അച്ഛാ എന്ന് പഞ്ചമി അവിടെ നിന്ന് ഉത്തരം പറഞ്ഞു. വരരുചിക്കാണെങ്കിൽ പഞ്ചമിയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. അത്രയും അതിസുന്ദരിയായിരുന്നു പഞ്ചമി. വരരുചി അവിടെ ഒരു പീഠത്തിലിരുന്ന് വിശ്രമിക്കുമ്പോൾ ചിന്തിച്ചു, പഞ്ചമി സുന്ദരിയാണ്, തീർച്ച. അവൾ തൻ്റെടവും ബുദ്ധിശക്തിയും ഉള്ളവളായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാഗ്യം. പക്ഷെ അപ്പോൾ തന്നെ വരരുചിയുടെ ചിന്തയിൽ വന്നു, ഞാൻ എന്തേ അങ്ങനെ ചിന്തിക്കാൻ? ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നുറപ്പിച്ചതല്ലേ ഞാൻ. വരരുചി എന്തായാലും പഞ്ചമിയുടെ ബുദ്ധിശക്തിയെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. വരരുചി ബ്രാഹ്മണനോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് നിബന്ധനകളുണ്ട്. ബ്രാഹ്മണൻ ചോദിച്ചു, അതെന്താണ് വരരുചി? അപ്പോൾ വരരുചി പറഞ്ഞു, കുളി കഴിഞ്ഞു വന്നാൽ എനിക്കുടൻ വീരാളിപ്പട്ടുടുക്കണം. 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ ബ്രാഹ്മണൻ ഞെട്ടി, അയ്യോ, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ വരരുചി പറഞ്ഞു, കഴിഞ്ഞിട്ടില്ല. ഊണിന് 1000 കറി വേണം. ഊണ് കഴിഞ്ഞാൽ എനിക്ക് 3 പേരെ തിന്നണം. 4 പേർ എന്നെ ചുമക്കുകയും വേണം. ഇത് കേട്ട ബ്രാഹ്മണൻ ഞെട്ടിപ്പോയി. ഈശ്വരാ, ഇതൊക്കെ ഞാൻ എങ്ങനെ നടപ്പിലാക്കും? അപ്പോൾ വാതിക്കൽ നിന്നും ഒരു ശബ്ദം വന്നു, പോയി കുളിച്ചിട്ട് വരാൻ പറയൂ അച്ഛാ, എല്ലാം ഞാൻ ഒരുക്കാം. ഇത് കേട്ട ബ്രാഹ്മണൻ ഞെട്ടിപ്പോയി. എൻ്റെ മകൾ ഇതെല്ലാം എങ്ങനെ ഒരുക്കും? വരരുചി ചിന്തിച്ചു, ഇവൾ ബുദ്ധിമതിയാണോ എന്ന് നോക്കാം. അങ്ങനെ വരരുചി ഭാണ്ഡക്കെട്ടുമെടുത്ത് കുളിക്കാനായി പുഴക്കരയിലേക്ക് പോയി. വരരുചി പോയതിന് ശേഷം ബ്രാഹ്മണൻ മകളുടെ അടുത്തേക്ക് ഓടി, തൻ്റെ മകൾ മനസ്സിൽ എന്താ കണ്ടിട്ടുള്ളത് എന്നറിയാനായിട്ട്. അടുക്കളയിലേക്ക് എത്തിയപ്പോൾ അതാ പഞ്ചമി ഓരോരോ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നു. മകളെ, വീരാളിപ്പട്ട് എടുത്തു വെക്കണ്ടേ, അതെന്ത് ചെയ്യാനാണ്? അപ്പോൾ പഞ്ചമി പറഞ്ഞു, ഞാൻ ചീന്തൽ കോണകം എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛാ. വീരാളിപ്പട്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് അതാണ്. ഓ, അങ്ങനെയാണോ? 100 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതോ? വൈശ്യം കഴിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അച്ഛാ. വൈശ്യം കഴിക്കുക എന്നാൽ 100 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്നതിന് തുല്യമാണ്. അത് കേട്ടപ്പോൾ ബ്രാഹ്മണന് സന്തോഷമായി. തൻ്റെ മകൾ എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു പോംവഴി കണ്ടിട്ടുണ്ടാകും എന്ന് ബ്രാഹ്മണന് മനസ്സിലായി. അങ്ങനെ ബ്രാഹ്മണൻ നടന്നു. അങ്ങനെ കുളി കഴിഞ്ഞ് വന്ന വരരുചിക്ക് ബ്രാഹ്മണൻ ചീന്തൽ കോണകവും പിന്നെ വൈശ്യം ചെയ്യാനുള്ള സാമഗ്രികളും കാണിച്ചു കൊടുത്തു. ഇത് കണ്ട വരരുചി അമ്പരപ്പോടെ പഞ്ചമിയെ നോക്കി. ഇവൾക്കെല്ലാം അറിയാം. വൈശ്യം പൂജ ചെയ്തതിന് ശേഷം വരരുചി ബ്രാഹ്മണനോട് പറഞ്ഞു, 100 പേർക്ക് ഭക്ഷണം കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്ന വരരുചിക്ക് പഞ്ചമി ഒരു കറിയേ വിളമ്പിയുള്ളൂ. അതെന്താണെന്നറിയോ? ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി 1000 കറികൾക്ക് തുല്യമാണ്. അത് കണ്ട വരരുചി പുഞ്ചിരിച്ചു.
വരരുചിക്ക് സന്തോഷമായി. ഊണിനു ശേഷം പഞ്ചമി വരരുചിക്ക് വെറ്റിലയും അടയ്ക്കയും പാക്കും കൂട്ടി മുറുക്കാൻ കൊടുത്തു. എന്നിട്ട് ബ്രാഹ്മണനോട് പറഞ്ഞു, അച്ഛാ, മൂന്നും കൂട്ടി മുറുക്കുന്നതിനെയാണ് അദ്ദേഹം 3 കഴിക്കണം എന്ന് പറഞ്ഞത്. ഇതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് കിടക്കാനായി കിടക്ക വിരിച്ചിട്ടുണ്ട്. 4 കാലുള്ള കട്ടിലിൽ അദ്ദേഹം കിടക്കുമ്പോൾ 4 പേർ അദ്ദേഹത്തെ താങ്ങുന്നതാണ്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇത് കേട്ട വരരുചി പുഞ്ചിരിച്ചു. പഞ്ചമി അതിബുദ്ധിമതി തന്നെ. ബുദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും ഒരു അപൂർവ കൂടിച്ചേർച്ച. അവളെ വിവാഹം കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എൻ്റെ ഭാഗ്യമായിരിക്കും, വരരുചി ചിന്തിച്ചു. അല്പസമയം കഴിഞ്ഞ് വരരുചി ബ്രാഹ്മണനോട് പറഞ്ഞു, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണത്? ബ്രാഹ്മണൻ വിനയത്തോടെ ചോദിച്ചു. പഞ്ചമിയെ എനിക്ക് വിവാഹം കഴിച്ചു തരാമോ? ഇത് കേട്ട ബ്രാഹ്മണൻ അമ്പരന്നു. സാക്ഷാൽ വരരുചിയാണ് ചോദിക്കുന്നത് അല്ലേ? തൻ്റെ മകളെ വരരുചി വിവാഹം ചെയ്താൽ അതിൽ പരം ഭാഗ്യം എന്താണുള്ളത്? എങ്കിലും ബ്രാഹ്മണൻ പഞ്ചമിയോട് ചോദിച്ചു, പഞ്ചമി, എന്താണ് നിൻ്റെ അഭിപ്രായം? പഞ്ചമി പറഞ്ഞു, എനിക്ക് സമ്മതം. വരരുചി പറഞ്ഞു, ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു ദേശാടനപ്രിയനാണ്. ഞാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും എൻ്റെ പത്നി അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായി വരുന്ന കുട്ടിയും എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന്. ഉണ്ടായിരിക്കും, പഞ്ചമി താഴ്മയോടെ പറഞ്ഞു. അങ്ങനെ പഞ്ചമിയുടെയും വരരുചിയുടെയും വിവാഹം കഴിഞ്ഞു. കുറച്ചുനാൾ അവിടെ താമസിച്ചതിന് ശേഷം വരരുചിക്കും പഞ്ചമിക്കും അവിടെയുള്ളവരോടെല്ലാം യാത്ര പറയാൻ സമയമായി. പഞ്ചമി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, പോയിട്ട് വരട്ടെ. ബ്രാഹ്മണൻ പറഞ്ഞു, പോയിട്ട് വാ മോളെ. നിനക്ക് ഏറ്റവും അനുയോജ്യനായ ഭർത്താവിനെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് താങ്ങും തണലുമായി നീ എന്നും ഉണ്ടായിരിക്കണം. അവർ അങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ച പഞ്ചമി വരരുചിയുടെ മടിയിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. പഞ്ചമിയുടെ മുടിയിലൂടെ വിരലുകൾ ഓടിച്ച വരരുചി നെറ്റിയിൽ ഒരു പാട് കണ്ടു. വരരുചി ചോദിച്ചു, പഞ്ചമി, ഇതെന്താണ് പറ്റിയത്? നിന്റെ നെറ്റിയിൽ ഒരു പാടുണ്ടല്ലോ. അപ്പോൾ പഞ്ചമി പറഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്നെ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു പുഴയോരത്ത് നിന്നും ഒരു വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ ഒരു പന്തം കൊളുത്തി എന്നെ ആരോ പുഴയിൽ ഒഴുക്കി വിട്ടതായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ പുഴയിൽ നിന്നും കിട്ടി. അവർ സന്തോഷത്തോടെ എന്നെ വളർത്തി. ഞാൻ അവരുടെ മകളല്ല. ഇത് കേട്ട വരരുചി ഞെട്ടിപ്പോയി. തൻ്റെ വിധി മാറ്റി എഴുതിയെന്ന് വിശ്വസിച്ച ആളായിരുന്നു അല്ലേ വരരുചി? പക്ഷേ പണ്ട് ഒഴുക്കിവിട്ട അതേ കുട്ടിയെ തന്നെ വരരുചി ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു. വിധിയെ ആർക്കും തടുക്കാനാവില്ല. വരരുചിയുടെ പരിഭ്രമം കണ്ട് പഞ്ചമി ചോദിച്ചു, എന്താണ് പറ്റിയത്? അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? വരരുചി എല്ലാ വിവരങ്ങളും പഞ്ചമിയോട് പറഞ്ഞു. ഇത് കേട്ട പഞ്ചമിക്ക് സങ്കടം സഹിക്കാനായില്ല. പഞ്ചമിയുടെ സങ്കടം കണ്ണീരായി പുറത്തേക്ക് വന്നു. പഞ്ചമി വരരുചിയോട് യാചിച്ചു, അങ്ങ് എന്നെ ഉപേക്ഷിക്കൂ. ഞാനൊരു പറയിപ്പെണ്ണാണ്. അങ്ങൊരു പറയിപ്പെണ്ണിനെയാണ് വിവാഹം ചെയ്തത്. അങ്ങയുടെ ബ്രാഹ്മണ്യം നശിക്കും. അങ്ങ് എന്നെ ഉപേക്ഷിച്ച് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോകൂ. പക്ഷേ വരരുചി അതിനോട് യോജിച്ചില്ല. വരരുചി എന്താ പറഞ്ഞേ? നീ എൻ്റെ പ്രിയ പത്നിയാണ്. ഞാൻ നിന്നെ വിവാഹം ചെയ്തതാണ്. ഇനി നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതം ഒരുമിച്ച് തന്നെ. നമ്മൾക്ക് രാജാവറിയാതെ പ്രജകളൊന്നും തിരിച്ചറിയാത്ത ഒരു സ്ഥലത്ത് പോയി ജീവിക്കാം. ഇതിനോട് പഞ്ചമി യോജിച്ചു. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലായി കുട്ടിമണീസ്? നമ്മുടെ വിധി നമുക്കൊരിക്കലും മാറ്റി എഴുതാൻ പറ്റില്ല അല്ലേ? ഇതിൻ്റെ അടുത്ത മുന്നോട്ടുള്ള കഥ അറിയാനായിട്ട് കാത്തിരിക്കൂ കേട്ടോ. ഞാൻ വരാട്ടോ.